നമ്മുടെ ക്യാരക്ടറിലെ പോസിറ്റീവ് കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും നെഗറ്റീവ് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അതിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്യാരക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് ഉണ്ടാവുകയും മറ്റുള്ളവർക്ക് നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് ചിന്താഗതിക്കാരുമായി കൂടുതൽ ചേർന്ന് നിൽക്കുക, അവരുമായി കൂടുതൽ മിങ്കിൾ ചെയ്യുക. എങ്കിലോ നമ്മൾ കൂടുതൽ പോസിറ്റീവായി പ്രതിഫലിക്കും. കാരണം അഗ്നിയോട് അടുത്ത് നിൽക്കുമ്പോഴും അഗ്നിയുടെ ആ ജ്വാലയുടെ തേജസ് നമ്മളിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങും. അഗ്നി ദൂരത്ത് നോക്കുമ്പോൾ നമുക്കതൊരു അനുഭൂതി മാത്രമാണ്, പക്ഷേ അഗ്നിയോട് അടുക്കുമ്പോൾ അത് നമുക്കൊരു എനർജി കൂടിയാണ്. അതുപോലെ തന്നെയാണ് പോസിറ്റീവ് ചിന്താഗതിക്കാരോട് കൂടി നമ്മൾ നിൽക്കുമ്പോൾ, പോസിറ്റീവ് രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കുന്നവർ, സംസാരിക്കുന്നവരോട് കൂടി നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ നമ്മളിലും ഓട്ടോമാറ്റിക്കായി ഒരു പോസിറ്റീവ് എനർജി ഡെവലപ്പ് ചെയ്യും. ഇത് നേരെ തിരിച്ചാണെങ്കിൽ നെഗറ്റീവ് ചിന്താഗതിക്കാരോടും നെഗറ്റീവ് എനർജി മാത്രം പ്രൊവൈഡ് ചെയ്യുന്നവരോടും അടുത്ത് നിൽക്കുകയും അവരോട് കൂടുതൽ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളിലോട്ടും ഓട്ടോമാറ്റിക്കായി നെഗറ്റീവ് എനർജി ആയിരിക്കും അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിലെ പോസിറ്റീവ് കാര്യങ്ങളെ, പോസിറ്റീവ് എനർജി ഇൻക്രീസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ചിന്താഗതിക്കാരുമായി കൂടുതൽ ഇടപഴകാനും അത്തരത്തിലുള്ള ആൾക്കാരെ കൂടുതൽ കണ്ടുപിടിക്കാനും അവരുമായി സംസാരിക്കാനും ശ്രമിക്കുക.